ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ഇവിടെ LDF-ന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികളെ അവർക്ക് വേണ്ടി അവരുടെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന ആൾക്കാരല്ലേ ഇതുവരെയും കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നാടിനങ്ങനെ ഗുണം ചെയ്യാവുന്ന രീതിയിലുള്ളതിലല്ലോ, പറ്റാവുന്ന രീതിയിലുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ശബരിമല മാറ്റൊന്നുമില്ല, അത് അവർ തന്നെയാവും. കാരണം ശക്തമായ ഒരു പ്രതിപക്ഷമില്ല. അവരങ്ങോട്ടും തമ്മിതല്ലും ഇങ്ങോട്ടും തമ്മിതല്ലും അങ്ങനെയൊക്കെയായിട്ട് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്, അതുകൊണ്ട് മുരളി ജയിക്കും. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ആരെടുക്കും തൃശ്ശൂര്? മുരളി. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് കേന്ദ്രം ഭരിക്കുന്നത്. കേന്ദ്രം കോൺഗ്രസ് ഭരിക്കണം, മോഡി മാറണമെന്നാണോ? ഈ സുരേഷ് ഗോപി കൂടെ മത്സരിക്കണ്ടല്ലോ, അതിപ്പോ മുരളി ജയിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ജയിക്കുന്ന ഉറപ്പാണ്. തൃശ്ശൂര് ആരെടുക്കും? തൃശ്ശൂര് ഇവിടെ പറഞ്ഞിടത്തോളം നമ്മളെ തൃക്കൂര് പഞ്ചായത്തിൽ മുരളീധരൻ മുരളീധരൻ ജയിക്കണം. എന്തുകൊണ്ടത്? അങ്ങനെയാണ് അതിന്റെ കടുപ്പ്. അധികാരം മാറ്റാൻ ആഗ്രഹിക്കുന്ന കേന്ദ്രത്തിലൊരു അധികാരം മാറണം. അതാണ് നമുക്ക് സാധ്യത ഇവിടെ കാണാണ്ടോ? അങ്ങനെയൊന്നുമില്ല. സുരേഷ് ഗോപി നമുക്ക് കെട്ടിച്ച് കാശിട്ടില്ല. മുരളീധരൻ ജയിക്കും. ഇവിടെ മുരളീധരൻ നമുക്ക് കൂടുതൽ ഭൂരിപക്ഷം. ചേട്ടൻ്റെ അഭിപ്രായത്തില് തൃശ്ശൂർ ആരെടുക്കും? സുരേഷ് ഗോപി ജയിക്കണം എന്ന് ആഗ്രഹം. എന്തുകൊണ്ടത്? സുരേഷ് ഗോപി സ്വന്തം അധ്വാനിക്കുന്ന പൈസ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരാളാണ്. ഇവിടെ LDF-ന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികളെ അവർക്ക് വേണ്ടി അവരുടെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കണം ആഗ്രഹിക്കുന്നത്. ഈ മുരളീധരനൊക്കെ ഇവിടെ വന്ന് മത്സരിക്കണ്ടല്ലോ, വേറെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കണം. അതൊക്കെ സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യോ? ഒരു ദോഷം ചെയ്യില്ല. ആളിപ്പോൾ ഒരു വർത്തനായിട്ട് അവിടെ നിൽക്കണത്. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കും. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? എനിക്കൊരു അഭിപ്രായവും ആര് ജയിച്ചാലും നമുക്ക് കാര്യമില്ല. അത് അങ്ങനെയില്ല, ആര് ജയിച്ചാലും കുഴപ്പമില്ല. എനിക്ക് അത്രയുള്ള കാര്യം. ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി മൂന്നാള് ഇഷ്ടമാണ്. ഇപ്പൊ നിൽക്കണ മൂന്നാള് ഇഷ്ടമാണ്. മൂന്നാളും ജയിക്കണം ആഗ്രഹം? അതില്ല, മൂന്നാള് ഇഷ്ടമാണ്. ഞാൻ ഒട്ടി ഇതിനാള് ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് സുരേഷ് ഗോപി ആണോ? അത് പറയില്ല. അല്ല, തൊട്ടപ്പുറത്ത് സുബ്രേട്ടൻ വന്നില്ലേ, അത് ആ ചർച്ച എനിക്കുള്ളൂ. അത് ഓക്കെയാണ്. ആള് പറഞ്ഞത് മാത്രം. സുനില്. ഇവിടെ ഈ ഇലക്ഷനിൽ ആര് ജയിക്കും ചേട്ടന് തോന്നുന്നു? എനിക്ക് രാഷ്ട്രീയമുണ്ട്. അപ്പൊ ആര് ജയിക്കുക? രണ്ടഭിപ്രായം അടുത്ത വർഷം സുനിൽകുമാർ ജയിക്കും. അവർ ജയിക്കണം എന്നുള്ളത് ഉള്ളതല്ല. ഇപ്പം ജയസാധ്യത കണ്ടിട്ട് മുരളീധരനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോഴത്തെ പുതിയ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പ്രതാപൻ മാറി ഇപ്പോൾ മുരളീധരൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആൾക്ക് അങ്ങനെ വലിയ ചാൻസ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നത്. കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിപാടില്ല. പത്മജ അല്ലെങ്കിൽ തന്നെയോ അങ്ങനെ വലിയൊരു രാഷ്ട്രീയത്തിൽ അങ്ങനെ അത്രയും തിളങ്ങി നിന്നൊരു താരമായിട്ടല്ലല്ലോ. ഇതിനെ കുറിച്ചിട്ടും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ജയിക്കുന്ന ആൾക്കാരുകളൊക്കെ ഇതുവരെയും കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നാടിനങ്ങനെ ഗുണം ചെയ്യാവുന്ന രീതിയിലുള്ളതിലല്ലോ, അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപി എങ്ങനെ വോട്ട് പിടിക്കും തോന്നുന്നുണ്ടോ? സുരേഷ് ഗോപിയും ഇപ്പോൾ 3-4 വർഷമായിട്ട് നന്നായിട്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഗ്രാമത്തിൽ തന്നെ പല പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച പോലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ആള് ജനങ്ങളുടെ ഇതിലൊക്കെ സുരേഷ് ഗോപി നല്ല ഒരു ജനസമ്മതം തന്നെയാണ്. സുനിൽകുമാർ ജയിക്കും. അടുത്ത വർഷത്തിന്റെ സീറ്റാണ്.
ഇത് അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ജയരാമൻ ജയിച്ചിട്ടുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല ക്ഷേത്രക്കാരൻ ജയിച്ചതാ. അതെ ജയിക്കില്ലായിരുന്നു. അല്ലേക്കില്ല അല്ലേ ഇടതുപക്ഷം തന്നെ. അത് ഈ അത് സുനിൽ കുമാറാണ് നിൽക്കണത്. അപ്പോൾ ഷുഗറാണത്. വയനാട്ടില് രാഹുൽ ഗാന്ധിക്ക് വന്നതിന്റെ പേരിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതെ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി കിട്ടുന്ന ഒരു വിചാരം ഉണ്ടായിരുന്നു. അത് കേരളത്തിന് ഒരു പ്രധാനമന്ത്രി. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് ചെയ്തു. പിന്നെ ശബരിമല ഇഷ്ടം അല്ലേ കിട്ടില്ലായിരുന്നു. അവർക്ക് ആ 18 സീറ്റൊന്നും കിട്ടില്ല. അപ്പോൾ സുനിൽകുമാർ ജയിക്കുന്നതാണ്. സുരേഷ് ഗോപി ജയിക്കുന്നതാണ്. അത് അദ്ദേഹം ചെയ്യണ ഓരോ കാര്യങ്ങൾ നല്ല കാര്യങ്ങളിൽ ചെയ്യാറുള്ളൂ. അത് ഇലക്ഷന് ഈ പാർട്ടിയിൽ വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പറ്റാൻ സഹായം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ സഹായം ചെയ്തിട്ടുണ്ട്. നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോ പാർട്ടി ബേസിലൊന്നുമല്ല, അല്ലാണ്ട് തന്നെ അത് പിന്നെ ഉറപ്പാണല്ലോ. അതിന് നോക്കാനൊന്നുമില്ല, അതിൽ ഒരു സംശയമില്ല. ഇത് മാത്രമാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഇവിടെയാണ് 3 കൂട്ടരും. ഒരു ദോഷം ചെയ്യാൻ പാടില്ല. അത് ഗുണം ചെയ്യണമെന്നാണ്. അതെ അവര് ഇവിടെ നിന്നിട്ട് തോൽക്കന്നെ ഉണ്ടായിട്ടുള്ളൂ. ഒരാളും ജയിച്ചിട്ടില്ല ഇവിടെ നിന്ന്. അച്ഛനും മക്കളും മോളും അങ്ങനെ പറയാൻ പറ്റില്ല. ഒക്കെ എന്ന് പറഞ്ഞില്ലേ ഇവിടെയാണ് ഏറ്റവും ശരിക്കും ടൈ ആയിട്ടുള്ള മത്സരം. അതെ അതെ തൃശ്ശൂർ തന്നെയാണ്. സുരേഷ് ഗോപി ജയിക്കണം. തൃശ്ശൂർ ആരെടുക്കും? അതിപ്പോ വ്യക്തമായിട്ടൊന്നും പറയാൻ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ സുനിൽകുമാർ ജയിക്കാൻ സാധ്യത. എന്താ സുനിൽകുമാർ ജയിക്കാൻ? അത് മൊത്തത്തിൽ നല്ലൊരു വ്യക്തിയാണ്. പാവങ്ങൾക്ക് സഹായിക്കണമെന്നുള്ളൊരു മനസ്സുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആള് ഇപ്പോൾ അറിയപ്പെടാവുന്ന ഒരു വ്യക്തി. ഇങ്ങനെ സംഗതി ആൾ നല്ല തന്നെയാണ്, ഇല്ല എന്നല്ല പറയണത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സുനിൽകുമാറാണ് ബെറ്റർ. മുരളീധരൻ ജയിക്കുന്നില്ല, ഉറപ്പ് തന്നെയാണ്. മുരളീധരൻ 3ാം സ്ഥാനം പോവുക തന്നെ. കേന്ദ്രഭരണത്തില് മാറ്റമൊന്നുമില്ല, അത് അവർ തന്നെയാവും. കാരണം വ്യക്തമായ ഒരു പ്രതിപക്ഷമില്ല. അവരങ്ങോട്ടും തമ്മിതല്ലും ഇങ്ങോട്ടും തമ്മിതല്ലും അങ്ങനെയൊക്കെയായിട്ട് ഇതില്ലാത്ത ഇതാണ്. എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. സുനിൽകുമാർ തന്നെയാണ്. അത് അങ്ങേരകത്ത് നല്ല വ്യക്തിയാണ്. വ്യക്തിപരമായിട്ടും പാർട്ടിപരമായിട്ടും നല്ല പാർട്ടിയാണ്. അതുകൊണ്ട് അതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് അതുപോലെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് അടുത്ത കാലത്ത് സിനിമാ ലോകത്തു നിന്നും വന്നിട്ടുള്ളതാണ്. അതെ, കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മുരളീധരന് തീരെ സാധ്യതയില്ല. പ്രതാപനായിരുന്നെങ്കിൽ പിന്നെയും ചെറിയൊരു സാധ്യത ഉണ്ടായിരുന്നു. പ്രതാപനായിരുന്നെങ്കിൽ കുറേ വോട്ട് കൂടുതൽ വോട്ടെങ്കിലും പിടിച്ചിരുന്നതിന്. ഇത് മുരളീധരൻ ആയതുകൊണ്ട് തീരെ സാധ്യതയില്ല. 3ാം സ്ഥാനത്ത് കിട്ടും, അത്ര തന്നെയുള്ളൂ. അതന്നെയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിലൂടെ മുരളി ജയിക്കുന്നുള്ള. മുരളി ഇത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്, അതുകൊണ്ട് മുരളി ജയിക്കും. കരുണാകരന്റെ മോനാണ്, വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മുരളിയുടെ ഒരു പെങ്ങള് BJP-യിലേക്ക് മാറിയിട്ടുണ്ടല്ലോ, രീതിയിൽ ദോഷമൊന്നും ചെയ്യില്ല. അവർക്ക് തന്നെ ദോഷം വരുള്ളൂ. അപ്പോൾ മുരളീധരൻ ജയിക്കും. അപ്പോൾ ഈ ഇന്ത്യയിലെ NDA മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷയുണ്ടോ? ഇന്ത്യ മുന്നണി വരും. അപ്പോൾ കേരളത്തിൽ മാത്രം കൊണ്ടല്ലല്ലോ. അപ്പോൾ മോഡി ഇറങ്ങും എന്നാണ് പറയുന്നത്. അല്ലല്ല, മോഡി വരും. മോഡി തന്നെ വരുമല്ലോ. കേന്ദ്രത്തിൽ മോഡി വരും, ഇവിടെ മുരളീധരൻ ജയിക്കും. തൃശ്ശൂർ ജില്ല ആരെടുക്കും? തൃശ്ശൂർ ജില്ല എൻ്റെ അഭിപ്രായത്തിൽ സുനിൽകുമാർ ജയിക്കാനുള്ള സാധ്യത കാണുന്നു ഞാൻ. അതെന്താ ഉറപ്പ്? ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും സാധ്യത കൂടുതൽ ആൾക്കാണ് ഞാൻ കാണുന്നുണ്ട്. അല്ല, കഴിഞ്ഞ കൊല്ലം അത് കോൺഗ്രസിന് കിട്ടിയ സീറ്റാണല്ലോ. ഏകദേശം 90,000 വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിരുന്നു. 90,000 അതൊക്കെ അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സുരേഷ് ഗോപി തവണ വോട്ട് പിടിക്കുന്നതാണ് മൊത്തത്തിലെ അഭിപ്രായം.
സുരേഷ് ഗോപി തമിഴ്നാട്ടിലാണ് ജയിച്ചാൽ സിനിമാളന്മാർക്ക് അവിടെ കൂടുതൽ ചാൻസ്. ഇവിടെ ജയിക്കില്ല, ഇവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. സുകുമാർ ജയിക്കുന്നതാണ്. സുനിൽകുമാറെ ജയിക്കാൻ സാധ്യത കൂടുതൽ. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.